മതി. അപ്പം ബാംഗ്ലൂരിലത്തെ രണ്ടാമത്തെ ദിവസം രാവിലെ എണീച്ച് റെഡിയായി ചായ കുടിക്കാൻ പോയി കേട്ടോ. നല്ല വെള്ളയപ്പവും ഗ്രീൻ പീസ് കറിയും ബീഫ് കറിയും പിന്നെ കുറച്ച് ബീഫ് ഫ്രൈയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ സ്ഥിരം പരിപാടി തന്നെ എപ്പോഴും കുടിക്കുന്നല്ലോ പാല്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഷോ ഒക്കെ കാണിച്ച് നടന്നേ. പിന്നെ നേരെ ഷൂട്ടിലേക്ക് കടന്നു. ഷൂട്ടെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഷൂട്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും രാവിലെ കഴിച്ചിട്ട് തന്നെ പോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾ രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇത് ചക്ക ഉണ്ടോ, ചക്ക ഇങ്ങനെ റോഡ് സൈഡിൽ വെച്ചേക്കുന്ന കാണുമ്പോൾ നമ്മളെ നാട്ടിൽ വെറുതെ ഇട്ടേക്കുന്ന സാധനം അവിടെ വിൽക്കുക ചെയ്യുന്നത്. അവിടുത്തെ ഫുട്പാത്തിൽ നല്ല ക്വാളിറ്റി ജീൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുക്കാൻ വേണ്ടി നോക്കിയൊരു ബാഗ്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കഴുത്തിൽ വെച്ചിട്ടാണ് സൈസ് കറക്റ്റ് ആണോ എന്ന് നോക്കുകയാണ്. അപ്പോൾ അതെനിക്കൊരു പുതിയൊരു അറിവായിരുന്നു. ഇത് അറിയാവുന്ന ആൾക്കാരൊന്ന് കമന്റ്. പക്ഷെ ആദ്യം പറഞ്ഞ വിലയല്ല പിന്നെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി നിന്നില്ല കേട്ടോ. പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് വന്ന് നല്ല രസമുള്ള കമ്മലുകൾ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ 2 കമ്മൽ വാങ്ങിച്ചു. പിന്നെ നേരെ നെക്സസ് മാളിലേക്ക് പോയി. നെക്സസ് മാളിൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടന്നു. കുറച്ച് ഫോട്ടോസ് എടുത്തു. ഒന്നും വാങ്ങിയില്ല, കാരണം നമുക്ക് അഫോർഡബിൾ അല്ല. പിന്നെ നേരെ വിശന്നപ്പോൾ യൂട്യൂബറെ പോയി തന്നെ നല്ല കപ്പ ബിരിയാണി കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാവിലെ